ഇക്കഴിഞ്ഞ ദിവസം KPCCയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഇന്ദിരാഭവനിൽ ആഹ്ലാദം അലചല്ലിയ ചടങ്ങിൽ സണ്ണി ജോസഫ് പ്രസിഡൻ്റായിട്ടും, പിന്നെ അടൂർ പ്രകാശ് UDF കൺവീനറായിട്ടും, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ സഹഭാരവാഹികളായിട്ട്, അത് വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് ചുമതലയേറ്റു. ഇനി ജനറൽ സെക്രട്ടറിമാരെയും മറ്റ് ഭാരവാഹികളെയൊക്കെ നിയമിച്ചിട്ട് വേണം. അത് കഴിയുമ്പോഴത്തേക്കും DCCകൾ പുനഃസംഘടിപ്പിക്കാനും പരിപാടിയുണ്ട്. എല്ലാവരും ഈ പുതിയ ഭാരവാഹികളെ അഭിനന്ദിച്ചു. അതിൽ അത്ഭുതമൊന്നുമില്ല. ചില നേതാക്കന്മാർ അധികം പേരും നിരാശാബാധിതരാണ്, വിട്ടു. മറ്റു ചിലർ കൃത്യാന്തര ബാഹുല്യം കൊണ്ട് എത്തിച്ചേരാൻ പറ്റിയില്ല. അതൊക്കെ സാധാരണ പതിവുള്ള കാര്യങ്ങളാണ്. അതിനൊന്നും പറയത്തക്ക ബോക്സ് ഓഫീസ് വാല്യൂ ഒന്നുമില്ല. ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പലരും പലതും പറഞ്ഞു. അതിലെനിക്ക് ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ട് തോന്നിയത്, സ്ഥാനമൊഴിഞ്ഞ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ കാര്യങ്ങളാണ്. കൊടിക്കുന്നിൽ അല്പം ഒരു പരിങ്ങലോടുകൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കേട്ടു. ആദ്യം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പത്രത്തിൽ വായിച്ചു, അതിനുശേഷം വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം ചെറിയൊരു പതർച്ചയോട്ടാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ എന്നാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ KPCC ഓഫീസിൽ KPCCയുടെ ആദ്യ പ്രസിഡൻ്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരെയുള്ള ആളുകളുടെ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകാതെ K സുധാകരൻ്റെ പടവും വയ്ക്കും. സണ്ണി ജോസഫ് KPCCയുടെ 38ാമത്തെ പ്രസിഡൻ്റാണ്. 36 പേരുടെ പടവും ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരെ എന്ന്. അദ്ദേഹം പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. ആദ്യ പ്രസിഡന്റ് കോഴിപ്പുറത്ത് മാധവ മേനോനാണ്, മാധവൻ നായരല്ല. KP മാധവൻ നായർ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് പിന്നീട് KPCCക്ക് ഉണ്ടായിട്ട്. പക്ഷേ ആദ്യത്തെ പ്രസിഡന്റ് കോഴിപ്പുറത്ത് മാധവ മേനോനാണ്. മാധവ മേനോന് ശേഷം K ദാമോദര മേനോൻ, അതിനുശേഷം R ശങ്കർ, അങ്ങനെയാണ്. അപ്പോൾ കോഴിപ്പുറത്ത് മാധവ മേനോൻ മുതൽക്ക് നമ്മുടെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരെയുള്ളവരുടെ പടം അവിടെ എത്തിക്കഴിഞ്ഞു. ഈ 9ാമത്തെ പടം, ഇനി ബാക്കിയുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് K സുധാകരൻ്റെയാണ്. പക്ഷേ കൊടിക്കുന്നിൽ വളരെ ഹൃദയവേദനയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ചിത്രങ്ങൾ നിങ്ങളോട് വേറെ പലതും സംസാരിക്കും. ആ ചിത്രങ്ങൾ നോക്കിയാൽ അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആരുടെയും പടം കാണുകയില്ല. അത് ആരുടെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. കൊടിക്കുന്നിൽ അത് പറഞ്ഞില്ല, പറയാതെ തന്നെ നമുക്കറിയാം അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയാണ്. ആ വിഭാഗത്തിൽ നിന്ന് ഒരാളും ഇന്നേ തീയതി വരെ കേരളത്തിൽ PCC പ്രസിഡൻ്റായിട്ടില്ല. അപ്പോൾ കൊടിക്കുന്നിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോട്ടമുണ്ടായിരുന്നു. അത് കിട്ടാതെ വന്നതിൻ്റെ കൊതിക്കറിവാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പരിഹസിക്കാം. ഞാൻ ഈ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല. എനിക്ക് അദ്ദേഹത്തോട് സാമാന്യത്തോളം പരിഹാസമുണ്ട് താൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്, ഒരു സംശയമില്ല. 1956 KPCC നിലവിൽ വരും. കേരള സംസ്ഥാനം ഉണ്ടായ കൂട്ടത്തിൽ നമ്മൾ 2025 ജീവിക്കുന്നത്. കോഴിപ്പുറത്ത് മാധവമേനോൻ മുതൽക്ക് കുമ്പക്കുടി സുധാകരൻ വരെയുള്ള ആളുകൾ പ്രസിഡന്റുമാരായി, 37 പേർ. ആ കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ പട്ടികജാതിക്കാരനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചു? കോൺഗ്രസ് പാർട്ടി സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമല്ലേ. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്, അദ്ദേഹം പട്ടിക സമുദായക്കാരനാണ്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ട് ഒരാൾക്ക് ഒരു അവസരം കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല അത് തന്നെ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധികം പേരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥയ്ക്ക് പോകുന്നവരായി മാറിയത്? അവരുടെ കൂലിത്തല്ലിയാരായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വിറകൊട്ടുന്നവരോ വെള്ളം കോരികളായിട്ട് മാറിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉദാസീനത കൊണ്ടാണ്. ഇവിടെ PK വേലായുധനെ പോലെ, ദാമോദര കാളാശ്ശേരിയെ പോലെ, KK ബാലകൃഷ്ണനെ പോലെ, അതിനു മുമ്പ് K കുഞ്ഞമ്പൂനെ പോലെയൊക്കെ മിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു പരിഗണനയും ഒരു കാലത്ത് കിട്ടിയില്ല. കരുണാകരൻ്റെ കൗബിനത്തിൽ പിടിച്ച് നടന്ന പന്തള സുധാകരൻ ഉണ്ടായിരുന്നു. കരുണാകരൻ പോണേക്ക് മുമ്പ് തന്നെ പുള്ളിയുടെ പണി കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ കൊടിക്കുന്നിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനും കാണപ്പെട്ട ദൈവമായി AK ആൻ്റണിയോട് ചോദിക്കാം, ആൻ്റണി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പട്ടികജാതിക്കാർക്ക് ഏത് വകുപ്പാണ് ഭരിക്കാൻ കൊടുത്തത് എന്ന് ചോദിക്കാം. ആൻ്റണി ഇപ്പോഴുണ്ട്, തിരുവനന്തപുരത്ത് ജീവിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിലിൻ്റെ ഉള്ളിൽ ഈ ചോദ്യം ഉണ്ടാവും, പക്ഷേ ആൻ്റണിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ല. AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ MBBSകാരനായ ഡോക്ടർ കുട്ടപ്പൻ മന്ത്രിസഭയിലുണ്ട്. ആരോഗ്യവകുപ്പ് കുട്ടപ്പനോട് കൊടുക്കാനായിട്ട് ആൻ്റണിക്ക് തോന്നിയില്ല.
അത് അദ്ദേഹം അഡ്വക്കേറ്റ് ശങ്കരനെ ഏൽപ്പിച്ചു. എന്നിട്ട് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് കുട്ടപ്പന് കൊടുത്തു. പിന്നെ അത് കൂടാതെ കുട്ടപ്പന് എടുത്താൽ പോകാത്ത 2 വകുപ്പുകൾ കൊടുത്തു. ഒന്ന് സ്പോർട്സ്, മറ്റൊരു യുവജനക്ഷേമം. ഇത്രേ ഉള്ളൂ. ഒരു MBBS കാരനെ കുട്ടപ്പന് ആരോഗ്യമന്ത്രിയാക്കാമെന്ന് ആൻ്റണിക്ക് തോന്നിയില്ല. ഈ കുർബാനയും കുമ്പസാരവും കുന്തിരിക്കും ഇല്ലാത്ത ആൻ്റണിക്ക് പോലും ഒരു പട്ടികജാതിക്കാരന് വേറൊരു വകുപ്പ് കൊടുക്കാൻ തോന്നിയില്ല. കരുണാകരൻ ഭരിച്ചിരുന്ന കാലത്ത് മാത്രമാണ് അദ്ദേഹം സ്വയം പട്ടികജാതി വകുപ്പ് ഏറ്റെടുക്കുക, പട്ടികജാതിക്കാർക്ക് മറ്റു വകുപ്പ് കൊടുക്കുകയും ചെയ്തു. ബാലകൃഷ്ണൻ ട്രാൻസ്പോർട്ട് കൊടുത്തു. പിന്നീട് VK വേലായുധൻ മന്ത്രി കഴിയുമ്പോൾ അദ്ദേഹത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പ് കൊടുത്തു. ആൻ്റണി ഗ്രൂപ്പുകാരനായ വേലായുധന് കരുണാകരൻ മന്ത്രിസഭയിൽ എടുക്കുക സീറ്റ് കൊടുക്കുകയും ചെയ്തത് മഹാനായ ആൻ്റണിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എന്ത് പിരിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ PK വേലായുധന് സീറ്റ് തന്നെ ഇല്ലണ്ടായി. ഇത് തന്നെ പിന്നീട് MA കുട്ടപ്പന് സംഭവിച്ചു. A ഗ്രൂപ്പുകാരനായ കുട്ടപ്പനെ ഉമ്മൻചാണ്ടിയോട് ചോദിക്കാതെ മന്ത്രിസഭയിൽ എടുത്തുകൊണ്ട് അദ്ദേഹം കോപിച്ചു. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉമ്മൻചാണ്ടി കുട്ടപ്പൻ്റെ പേര് വെട്ടി KG ബാലകൃഷ്ണൻ്റെ മകളുടെ ഭർത്താവ് ശ്രീനിജന് ആ സീറ്റ് കൊടുത്തു. കുട്ടപ്പൻ കണ്ണീരും കയ്യുമായിട്ട് കുറേ നാൾ നടന്നു. പിന്നെ ആ വിധിക്ക് കീഴടക്കി. ഇങ്ങനെ സംഭവിക്കുന്നത്. അതേ അനുഭവമാണ് ദാമോദരൻ കാളാശ്ശേരിക്കും ഉണ്ടായത്. KK ബാലകൃഷ്ണൻ ഏറെക്കുറെ ഇതുപോലുള്ള ദുര്യോഗം ഒരു ഘട്ടത്തിലല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതാണ് കോൺഗ്രസ് പാർട്ടി ദളിതരോട് ചെയ്യുന്ന ആ ഒരു പൊതുവായ സമീപനം. കുഞ്ഞമ്പുവായിക്കോട്ടെ, ഇനി കാളാശ്ശേരി ആയിക്കോട്ടെ, ബാലകൃഷ്ണൻ ആയിക്കോട്ടെ, വേലായുധനായിക്കോട്ടെ, ഈ ആര് തന്നെയായാലും ശരി, കുട്ടപ്പനായാലും ശരിയാണ്, IC ബാലകൃഷ്ണനായാലും ജയലക്ഷ്മി ആയാലും അവരുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും സർവാണി സദ്യയിൽ പോലുമല്ല, അതിനും അപ്പുറത്താണ്. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പ്രസംഗിക്കും. കാസ്റ്റ് സെൻസസ് നടത്തണം എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ആവശ്യം. സ്വന്തം പാർട്ടിക്കകത്ത് അദ്ദേഹം ആദ്യം ഒരു കാസ്റ്റ് സെൻസസ് നടത്തട്ടെ. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി എന്തുമാത്രം പരിഗണന കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ 14 DCCകളിൽ എത്ര പട്ടികജാതിക്കാരായ ഭാരവാഹികളുണ്ട്, എത്ര DCC പ്രസിഡന്റുമാർ പട്ടികക്കാരായിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം അന്വേഷിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് രാജ്യം ഒട്ടുക്ക് കാസ്റ്റ് സെൻസസ് നടപ്പാക്കിയിട്ട് സാമൂഹ്യ നീതി നടപ്പാക്കട്ടെ. അപ്പോൾ കൊടിക്കുന്നിൽ ജോർജ് എനിക്ക് വലിയ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം വേറെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഇരുന്ന ആളുകളൊക്കെ കൊടിക്കുന്നിലെ പുച്ഛത്തോട്ടാണ് നോക്കിയത്. അയാൾക്ക് പ്രസിഡൻ്റാകാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ടാണ് പുള്ളി പറയുന്നത് എന്നാണ്. ഒരുപക്ഷെ ആയിരിക്കും കൊടിക്കുന്നിൽ KPC പ്രസിഡൻ്റ് ആകാൻ ആഗ്രഹിച്ചിരിക്കും. ആകാൻ പറ്റാത്തതിൽ അദ്ദേഹത്തിന് ഇച്ഛാഭംഗം ഉണ്ടാവും. എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് പ്രസക്തിയുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും LDFൽ പട്ടികജാതിക്കാരുടെ സ്ഥിതി വളരെ മെച്ചമാണ്. അവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനിപ്പോൾ വിസ്താര ഭയത്താൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടത്തേക്കാൾ കുറച്ചുകൂടി മുന്തിയ പരിഗണന LDFൽ കിട്ടുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് ഒട്ടുമില്ല. ഏതായാലും അവസരോചിതമായി ഈ വിഷയം അവതരിപ്പിച്ച ശ്രീ സുരേഷിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് യാതൊരു മാർഗവും കാണുന്നില്ല. അദ്ദേഹം ഇത് കൂടുതൽ വേദികളിൽ കൂടുതൽ ഉച്ചത്തിൽ പറയട്ടെ എന്ന് മാത്രം ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.